നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. എടവണ്ണപ്പാറയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയെ ചാലിയാർ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. 17-കാരിയായ പെൺകുട്ടിയെ കരാട്ടെ പരിശീലകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ ഇയാൾക്കെതിരെ പോക്സോ കേസ് നൽകാനിരിക്കെയാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ ചാലിയാർ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് പരാതി. പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. കടുത്ത മനപ്രയാസമുണ്ടായതായിരുന്നെങ്കിലും നീതിക്കായി പോരാടാൻ അവൾ തീരുമാനിച്ചിരുന്നുവെന്നും അവർ പറഞ്ഞു. പ്രതി മറ്റു പെൺകുട്ടികളെയും പീഡിപ്പിച്ചിരുന്നുവെന്നും വേറെ 2 പോക്സോ കേസുകളിലെ പ്രതിയാണെന്നും മരിച്ച പെൺകുട്ടിയുടെ സഹോദരിമാർ വെളിപ്പെടുത്തി. പീഡനത്തെക്കുറിച്ച് ഇയാളോട് ചോദിച്ചപ്പോൾ ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് തെറ്റുപറ്റിപ്പോയെന്ന് ഏറ്റുപറഞ്ഞതായും സഹോദരിമാർ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം ആരോപണ വിധേയനായ കരാട്ടെ അധ്യാപകൻ ഒരു പോക്സോ കേസിൽ അറസ്റ്റിലാവുകയും പിന്നീട് റിമാൻഡിലാവുകയും ചെയ്തിരുന്നതായിട്ടാണ് വിവരം. ഈ കേസിൽ ഇയാൾ പിന്നീട് പുറത്തിറങ്ങി. താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പെൺകുട്ടി കോഴിക്കോട്ടെ ശിശുക്ഷേമ ഓഫീസിലേക്ക് പരാതി അയച്ചിരുന്നു. ഇത് കൊണ്ടോട്ടി പോലീസിന് കൈമാറിയതിനെ തുടർന്ന് അവർ മൊഴിയെടുക്കാൻ വന്നെങ്കിലും പെൺകുട്ടി സംസാരിക്കാവുന്ന അവസ്ഥയിലായിരുന്നില്ല. 10ാം ക്ലാസ്സിൽ മികച്ച മാർക്കോടെ വിജയം ലഭിച്ച പെൺകുട്ടി +1 പഠനം ഇടയ്ക്ക് നിർത്തിയിരുന്നു. ഇതിനിടെയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ പെൺകുട്ടിയെ കാണാതാവുന്നത്. പിന്നീട് രാത്രി 8 മണിയോടെ ചാലിയാർ പുഴയിലെ വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അധികം വെള്ളമില്ലാത്ത ഭാഗത്തായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയുടെ മൃതദേഹത്തിന്മേൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല. ഒരു ചെരുപ്പ് മാത്രമായിരുന്നു മൃതദേഹത്തിൽ നിന്നും കണ്ടെത്തിയത്. സ്വയം ജീവനൊടുക്കിയെന്ന് കരുതാവുന്ന അവസ്ഥയിലായിരുന്നില്ല പെൺകുട്ടിയുടെ മൃതദേഹം എന്നാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും ആരോപിക്കുന്നത്. പെൺകുട്ടിയെ ഇത്രയും പിടിച്ചുകുലുക്കിയ സംഭവം നടക്കുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 15-ാം തീയതിയാണ്. അന്ന് കരാട്ടെ പഠിപ്പിക്കുന്ന സാറിനെ കാണാൻ പോയപ്പോൾ അയാൾ അവളെ ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം അവൾ വളരെ വിഷമത്തിലായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തോളമായി ഇയാൾ ഇവളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് സഹോദരങ്ങൾ പോലും അറിയുന്നത് ഇതെല്ലാം കഴിഞ്ഞായിരുന്നു. ആ കുട്ടിയെ മാത്രമല്ല, കരാട്ടെ പഠിക്കാൻ വന്നിരുന്ന എല്ലാ പെൺകുട്ടികളെയും ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു. കരാട്ടയുടെ പാഠങ്ങളാണെന്ന് വിശ്വസിപ്പിച്ച അയാൾ പല ആഭാസങ്ങളും നടത്തിയിരുന്നതായും ഇവളിലൂടെയായിരുന്നു അവർ അറിഞ്ഞത്. പിന്നീട് അവർ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾക്കെതിരെ നിലവിൽ 2 പോക്സോ കേസുകൾ ഉള്ളതായി അറിഞ്ഞതും. കരാട്ടെ ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് തന്നെ ഇയാൾ ചില കാര്യങ്ങൾ പറയും. ഞാൻ നിങ്ങളുടെ ഗുരുവും ദൈവമാണെന്നും നിങ്ങളുടെ ശരീരവും മനസ്സും ഗുരുവിന്റെ തൃപ്തിക്കായി ഉള്ളതാണെന്നും ഇയാൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും. നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചാലാണ് ഗുരുവിനെ നിങ്ങളെ അറിയാൻ കഴിയുക. നിങ്ങളെ പൂർണ്ണമായും ഗുരുവിന് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെടും. ഗുരുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിജയമുള്ളൂ എന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ ഇനി ആരുടേതാണെന്ന് അയാൾ ചോദിക്കും. മാഷിന്റേതാണെന്ന് കുട്ടികൾ ഒന്നടങ്കം പറയും. ഇയാളുടെ ക്ലാസ്സിലെ മുതിർന്ന കുട്ടികൾ ഇങ്ങനെ പറഞ്ഞാണ് പുതിയതായി എത്തുന്ന കുട്ടികൾ കേൾക്കുന്നത്. താൻ നല്ലൊരു വ്യക്തിയാണെന്നും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികളുടെ ഗുണത്തിന് വേണ്ടിയുള്ളതാണെന്നുമുള്ള ഇമേജും ഇയാൾ സൃഷ്ടിച്ചു വെക്കാറുണ്ട്. പെൺകുട്ടികളുടെ ദേഹത്ത് തൊടുമ്പോൾ തന്നെ അത് മോശമല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. റിലാക്സേഷൻ വർക്ക് എന്ന് പറഞ്ഞ് കയറിയിരിക്കുന്നത് ശരീര വളർച്ചയെത്തിയ പെൺകുട്ടികളുടെ ദേഹത്തായിരുന്നു. അവരുടെ മുൻഭാഗത്തും പിൻഭാഗത്തും ഇയാൾ കയറി കിടക്കാറുണ്ട്, തലോടാറുണ്ട്, ചുണ്ടുകളിൽ പരസ്യമായി ഉമ്മ വയ്ക്കാറുണ്ട്. ഇതെല്ലാം സാധാരണ കാര്യങ്ങളാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. തീർത്തും നിസ്സഹാരായ ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. ഇതുപോലെ അധ്യാപനത്തിന്റെ പേരിൽ പെൺകുട്ടികളെ മുതലെടുക്കുന്ന ഒരുപാട് കഴുകന്മാരുള്ള നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം. ഇപ്പോൾ ഈ മരണപ്പെട്ട കുട്ടിയെ പോലെ ഇനിയും പല പെൺകുട്ടികളും ജീവനൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇയാളുടെ മുഖം മൂടി വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരാൻ അധികാരികൾ ശ്രമിച്ചില്ല എങ്കിൽ ഇനിയും ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടം